ആദ്യം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ അടിയന്തരമായി ചർച്ചകളൊക്കെ നടക്കുകയാണ്. KPCC മായി ബന്ധപ്പെട്ട ആളുകൾ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തി ചർച്ചകളൊക്കെ തുടരുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ DCC അധ്യക്ഷ പദവിയിലേക്ക് നേതൃത്വം മുന്നോട്ട് വെച്ച ചില പേരുകളിൽ MP-മാർ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. മുതിർന്ന MP-മാരെ അവഗണിക്കുന്നതായാണ് ആക്ഷേപം. DCC അധ്യക്ഷന്മാരെ നിയമിക്കുന്നതിന് മുൻപ് PCC ഭാരവാഹികളെ നിയോഗിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, KPCC പുനഃസംഘടന DCC പുനഃസംഘടനയൊക്കെ സജീവ ചർച്ചയായി ഡൽഹിയിൽ പുരോഗമിക്കുമ്പോൾ പലതരത്തിൽ മുതിർന്ന MP-മാർക്കൊക്കെ അതൃപ്തിയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഏതൊക്കെ പദവികളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? എന്താണ് ചർച്ചകളുടെ കാതൽ? മുതിർന്ന MP-മാരെ പലപ്പോഴും അഭിപ്രായ രൂപീകരണത്തിന് മുമ്പ് അവരെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു തർക്കം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പല DCC അധ്യക്ഷന്മാരെയും മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരെ വെക്കുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ചർച്ചകളിലൊന്നും MP-മാരെ പങ്കാളികളാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. ഉദാഹരണത്തിനായി ഇപ്പോൾ തിരുവനന്തപുരത്ത് DCC അധ്യക്ഷൻ മാറുകയാണ്. തിരുവനന്തപുരത്ത് DCC അധ്യക്ഷൻ മാറുമ്പോൾ ഒരു വിഭാഗം പറയുന്നത് നിലവിലെ ശക്തൻ നാടാരെ തുടരാൻ അനുവദിക്കണം എന്ന് തന്നെയാണ്. കാരണം നാടാർ വിഭാഗത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു DCC അധ്യക്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഭാഗം തന്നെയാണ് പറയുന്നത്. അതേസമയം മറ്റൊരു വിഭാഗം ശരത്ചന്ദ്ര പ്രസാദ് DCC അധ്യക്ഷനാകണം എന്നുള്ള ഒരു അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. ഇതുകൂടാതെ നേരത്തെ ശശി തരൂരിൻ്റെ പിന്തുണയായിരുന്നു ശബരിനാഥന് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ശശി തരൂർ പാടെ മാറി നിൽക്കുകയാണ് ഇത്തരം ചർച്ചകളിൽ നിന്നും. കൊല്ലത്തേക്ക് എത്തുമ്പോഴും അതുതന്നെയാണ് പ്രശ്നം. രാജേന്ദ്ര പ്രസാദിനെ മാറ്റണം എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു നോമിനിയെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിന് ഒരു പിന്തുണ കൂടുന്നുണ്ടെങ്കിൽ പോലും ഇവിടേക്ക് എത്തുമ്പോൾ, കൊല്ലത്തേക്ക് എത്തുമ്പോൾ അവിടെ ജെർമിയാസിൻ്റെ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ PC വിശ്വനാഥിൻ്റെ നോമിനിയായിട്ട് തന്നെ ജെർമിയാസ് അദ്ദേഹം വരുന്നുണ്ട്, സൂരജ് രവി വരുന്നുണ്ട്. ഇങ്ങനെ പല പേരുകൾ വരുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള ഒരു മുൻഗണന MP-മാർക്ക് നൽകുന്നില്ല. കാര്യം കഴിഞ്ഞ തവണ DCC-കളെ പുനഃസംഘടിപ്പിച്ചപ്പോൾ MP-മാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് MP-മാർ നൽകുന്ന പേര് കൂടി പരിഗണിച്ചിരുന്നു. ഉദാഹരണത്തിന് കൊടിക്കുന്നിൽ സുരേഷ് നൽകിയിരിക്കുന്ന ഒരു പേരാണ് കഴിഞ്ഞ തവണ കൊല്ലത്തേക്ക് പരിഗണിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ MK രാഘവൻ ഉന്നയിച്ച പേര് പ്രവീൺകുമാറിന് MK രാഘവന് താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെയായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് മുതിർന്ന MP-മാരെ പാടെ അവഗണിക്കുന്നു എന്നുള്ള ഒരു വിഷമം തന്നെയാണ് ഈ MP-മാർ പങ്കുവച്ചിരിക്കുന്നത്.